ഭ്രാന്തിളകിയാൽ ചങ്ങലക്കിടാം. പക്ഷേ ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാലോ? ഈ അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടികളെല്ലാം. എന്തിനും ഏതിനും കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് വേണം. അതൊന്നുകിൽ പ്രധാനമന്ത്രിയുടെ പേര്, അതല്ലെങ്കിൽ ഏതെങ്കിലും അന്ധവിശ്വാസത്തെ ചുറ്റിപ്പറ്റിയുള്ളത്. നാളെ ഇത് സവർക്കറുടെ പേരോ ഗോഡ്സെയുടെ ഫോട്ടോയോ ആയാലും അത്ഭുതപ്പെടേണ്ട. ഇങ്ങനെ പേരുമാറ്റം നടത്തിയില്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം തടഞ്ഞു വെക്കുന്നതാണ് ഭ്രാന്ത്. കേന്ദ്രം പൂർണ്ണമായും ഫണ്ട് വിനിയോഗിക്കുന്ന ഒരു പദ്ധതിക്ക് കേന്ദ്രം ഒരു പേര് നിർദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം. എങ്കിൽ പോലും ആ ഫണ്ട് കേന്ദ്രത്തിൻ്റെതല്ല, സംസ്ഥാനങ്ങളിൽ നിന്നും പിരിക്കുന്ന നികുതിയുടെ വിഹിതമാണ് എന്നോർക്കണം. ഇങ്ങനെ സംസ്ഥാനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുകയിൽ നിശ്ചിത വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതാണ്. അത് നേരിട്ട് നൽകാതിരിക്കാനാണ് പലതും കേന്ദ്രാവിഷ്കൃത പദ്ധതികളായി നടപ്പിലാക്കുന്നത്. അത്തരം പദ്ധതികളിൽ പോലും സംസ്ഥാനം ഇതിനു പുറമെ വേറെയും വിഹിതം വയ്ക്കണം. എന്നിട്ട് ആ പദ്ധതിക്കാണ് ഇത്തരത്തിൽ പേര് നിർദ്ദേശിക്കുന്ന അല്പത്തം. അതായത് സാമ്പത്തികാധികാരം കവർന്ന് തകർക്കുക മാത്രമല്ല, സംസ്ഥാനങ്ങളെ നോക്കുകുത്തികളാക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധത. ഇതിനു പുറമെയാണ് സംസ്ഥാനങ്ങളെയും പാവപ്പെട്ട ജനങ്ങളെയും ബ്രാൻഡിങ്ങിലൂടെ അപമാനിക്കുന്നതും. ഭവനരഹിതരായ നിരാലംബർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന് മുന്നിൽ പോലും ലോഗോ വെക്കണമെന്ന് ശഠിക്കുകയാണ്. ഇത് ആ ഗുണഭോക്താവിൻ്റെ അഭിമാനം തകർക്കുന്നതും അവരെ അപമാനിക്കുന്നതിനും തുല്യമാണ്. കഴിഞ്ഞ 8 വർഷത്തിനകം ലൈഫ് പദ്ധതിയിൽ 18,288.27 കോടി രൂപ കേരളം ചെലവിട്ടു. ഓരോ വീടിനും ചുരുങ്ങിയത് 4 ലക്ഷം രൂപയാണ് ഇവിടെ അനുവദിക്കുന്നത്. കേന്ദ്ര പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീടൊന്നിന് ഗ്രാമത്തിൽ 72,000 രൂപയും നഗരത്തിൽ 1.5 ലക്ഷം രൂപയും മാത്രമാണ് വിഹിതമായി അനുവദിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ കേരളത്തിൽ ഇതിനകം 5,44,109 വീടുകൾ നിർമ്മിച്ചു. എന്നാൽ ഇതിൽ കേവലം 1,17,409 വീടുകൾക്ക് മാത്രമാണ് കേന്ദ്ര സഹായം ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതായത് ഏതാണ്ട് 1/5 വീട് മാത്രം. ഒരു ബ്രാൻഡിങ്ങും ഇല്ലാതെയാണ് കേരളം ഇത്രയധികം തുക നൽകുന്നതും ഇത്രയധികം വീടുകൾ നിർമ്മിക്കുന്നതും. അപ്പോഴാണ് കേന്ദ്രം പറയുന്നത് വീടുകൾക്ക് മുന്നിൽ ലോഗോ വെക്കണമെന്ന്. ഇനി അടുത്തത് നോക്കാം. സ്കൂളിൻ്റെ പേരും പഠന രീതിയും മാറ്റണമെന്നതാണ് അടുത്ത ഭ്രാന്ത്. ഒരു ബ്ലോക്കിലെ 2 വീതം സർക്കാർ വിദ്യാലയങ്ങൾക്ക് വർഷം 1 കോടി രൂപ വീതം 5 വർഷത്തേക്ക് നൽകുന്നതാണ് PM ശ്രീ പദ്ധതി. നോക്കൂ, 1 കോടിയിൽ 40 ലക്ഷം സംസ്ഥാനമാണ് മുടക്കേണ്ടത്, 60 ലക്ഷമേ കേന്ദ്രം നൽകൂ. എന്നിട്ടും PM ശ്രീ ഗവൺമെൻറ് സ്കൂൾ എന്ന് പേര് മാറ്റണമെന്നാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളെല്ലാം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ബഹുദൂരം മുന്നിലാണ്. അതിന് ചെലവഴിച്ചത് ഈ 60 ലക്ഷത്തിലും എത്രയോ ഇരട്ടിയാണ്. അത് കൂടുതൽ കരുത്തുറ്റതാക്കാൻ കേന്ദ്ര വിഹിതം തന്നേ പറ്റൂ. പക്ഷേ അങ്ങനെ തുച്ഛമായ തുക തരുമ്പോഴും പേര് മാറ്റണമെന്നാണ്. അതും പോരാ, ഈ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയും വേണമെന്നാണ്. എന്നുവെച്ചാൽ ലോകോത്തരമായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നതിലേക്കുള്ള ചുവടുവെപ്പ്. കഴിഞ്ഞ വർഷം സമഗ്ര ശിക്ഷാ പദ്ധതി അടങ്കലിൽ 845 കോടിയായിരുന്നു കേരളത്തിനുള്ള വിഹിതം. PM ശ്രീയുടെ ഭാഗമാകാത്തതുകൊണ്ട് ഈ തുക ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇനി ആരോഗ്യരംഗത്തേക്ക് വരാം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ എല്ലാം പേര് ആയുഷ്മാൻ ആരോഗ്യ ക്ഷേത്രം എന്നർത്ഥം വരുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കി മാറ്റണമെന്നാണ് മോദിയുടെ തിട്ടൂരം. ആരോഗ്യമാണ് പരമമായ സമ്പത്ത് എന്നർത്ഥം വരുന്ന ആരോഗ്യം പരം ധനം എന്ന ടാഗ്ലൈനോടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പുതിയ ബോർഡ് സ്ഥാപിക്കണമെന്നും ഉത്തരവിട്ടിരിക്കുന്നു. സംസ്ഥാന ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അർബൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ എന്നിവയുടെ എല്ലാം പേരിൽ മാറ്റം വരുത്തണം പോലും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി സ്ഥാപിക്കേണ്ടുന്ന ബോർഡുകളിലെ അക്ഷരങ്ങളുടെ ഫോണ്ടും വലിപ്പവും ഉൾപ്പെടെ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. നിലവിലെ ബോർഡുകളിലുള്ള നാഷണൽ ഹെൽത്ത് മിഷന്റെ ലോഗോയും മറ്റു ലോഗോകളും ഉൾപ്പെടുത്തണം. വാടക കെട്ടിടങ്ങളിലാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലെക്സ് ബോർഡ് വെക്കണമെന്നും നിർദ്ദേശിക്കുന്നു. പേര് മാറ്റി ബോർഡ് സ്ഥാപിക്കുന്നതിന് 3000 രൂപ നൽകും. പേര് മാറ്റിയ ശേഷം ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഫോട്ടോ എടുത്ത് ആയുഷ്മാൻ ഭാരത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഇത് ചെയ്തില്ലെന്ന് പറഞ്ഞും സംസ്ഥാന വിഹിതം നിഷേധിച്ചിരിക്കുന്നു. ഇങ്ങനെ സമസ്ത മേഖലയിലും കേന്ദ്രം അധികാര കേന്ദ്രീകരണവും സാമ്പത്തിക ഉപരോധവുമാണ് നടപ്പിൽ വരുത്തുന്നത്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് അനിവാര്യതയായിരിക്കുന്നു.